നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മറ്റാരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് നോർമലല്ല, അവൻ വേറെ ലെവലാണ്. ലാമിൻ യമാലിനെ കുറിച്ച് ബുക്കായോ സാക്കയാണ് ഇത് പറയുന്നത്. ആഴ്സണലിൻ്റെ യുവ സൂപ്പർ താരം സാക്ക സ്കൈ സ്പോർട്സിനോട് ലാമിൻ യമാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കണം. ഹീസ് ടോപ്പ് ഹോണസ്റ്റ്ലി. അവൻ്റെ പ്രായത്തിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് നോക്കുക. എന്താണ് അതിനെക്കുറിച്ച് പറയുക? ഹീ ഈസ് അൺറിയൽ. ഇറ്റ്സ് നോട്ട് നോർമൽ. നോ വൺ ഡസ് ഇറ്റ്. ഞാൻ വിചാരിക്കുന്നില്ല ഒരു 17 വയസ്സുകാരന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. സോ അവനെല്ലാ ക്രെഡിറ്റും കൊടുക്കണം എന്നാണ് ബുക്കായോ സാക്ക പറയുന്നത്. 17 വയസ്സിൽ ഫുട്ബോൾ ലോകത്തെ ഇങ്ങനെ വിസ്മയിപ്പിച്ച മറ്റൊരു കളിക്കാരനില്ല. മെസ്സി അങ്ങനെ ചെയ്തിട്ടില്ല, ക്രിസ്ത്യാനോ അങ്ങനെ ചെയ്തിട്ടില്ല. നോ വൺ ഡസ് ഇറ്റ് എന്ന് കൃത്യമായിട്ട് സാക്ക പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഈ പ്രായത്തിൽ മെസ്സിയോ ക്രിസ്ത്യാനോയോ ഒന്നും ലാമിൻ യമാൽ ചെയ്ത ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. 17 വയസ്സിനുള്ളിൽ അവൻ 100 മത്സരങ്ങൾ സീനിയർ ലെവലിൽ കളിച്ചു കഴിഞ്ഞു എന്ന കാര്യം നിങ്ങളൊന്ന് ഓർക്കണം. അതിലേക്കെത്താൻ ആർക്കും ആ പ്രായത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നോക്കുക, ഈ പ്രായത്തിൽ അവൻ മെസ്സിയെയും ക്രിസ്ത്യാനോയെയും എന്തായാലും മറികടന്നിട്ടുണ്ട്. 100 മത്സരങ്ങൾ അവനിപ്പോൾ കളിക്കുന്നു. 49 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ പ്രായത്തിൽ അവൻ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മെസ്സി 100 മത്സരങ്ങൾ കഴിയുമ്പോൾ 55 ഗോൾ കോൺട്രിബ്യൂഷൻസ് നേടിയിരുന്നു. അത് യമാലിനേക്കാൾ കൂടിയ കണക്കാണ്. പക്ഷേ മെസ്സി 100 കളി കളിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് 21 വയസ്സായിരുന്നു, 17 വയസ്സല്ല. 19 വയസ്സുള്ള CR7 ആ ഘട്ടത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ നമ്മൾ സെഞ്ചുറി വൈസ് നമ്മൾ തിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിൽ 19 വയസ്സിലേക്ക് എത്തുമ്പോൾ 26 ഗോൾ കോൺട്രിബ്യൂഷൻസേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ യമാൽ ഇവർ രണ്ടുപേരേക്കാളും മികവ് ഈ പ്രായത്തിൽ കാണിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരേക്കാളും വലിയ കളിക്കാരനാണ് എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ പോക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോങ്ങിവിറ്റി ഉണ്ടാവണം, പരിക്കില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റണം, ഫോം നിലനിർത്താൻ കഴിയണം. അങ്ങനെയൊക്കെ സാധിച്ചാൽ ഫുട്ബോൾ ലോകത്ത് ഇന്നുവരെ ആരും ചെയ്യാത്ത കാര്യങ്ങൾ അവൻ ചെയ്യും. പക്ഷേ അതിന് സാധിക്കുമോ? കാത്തിരുന്ന് കാണുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.